2023 അവസാനത്തോടെ WHO ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു നിശബ്ദ പകർച്ചവ്യാധിയെ വെളിപ്പെടുത്തുകയുണ്ടായി. ഏകാന്തത എന്ന കൊലയാളിയായിരുന്നു അത്. മനുഷ്യകുലത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്ന ഈ വ്യാധി നമ്മുടെ കേരളത്തിലും ഒട്ടും കുറവല്ല. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ കേരളത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന സൈക്യാട്രിസ്റ്റ് ഡോക്ടർ AJ ജോൺ പറയുന്നത് പ്രകാരം കേരളത്തിൽ ഏകദേശം 30% ആളുകൾ വിഷാദത്തിനടിമകളാണ്. ഇവരിൽ തന്നെ 10% പേർ ഈ ദുരിതത്തിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ളവരിൽ കൂടുതൽ പേരും വിഷാദത്തെ നേരിടുന്നുണ്ട് എന്ന് പറയാമെങ്കിലും സാധാരണക്കാരും ഇതേ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കിസോഫ്രീനിയയാണ് മാനസിക രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. മാത്രമല്ല, ഇതിനോടനുബന്ധമായി നിരവധി അസുഖങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. അതുപോലെ കഞ്ചാവും മദ്യവും ഒന്നിച്ചു കഴിക്കുന്ന ആളുകൾ കൂടുതലായുണ്ടെന്നും ഇവർ ഈ ലഹരിയോട് പൂർണ്ണ അടിമത്തത്തിലാകുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട് ആക്രമണവാസനയിലേക്കും മാനസിക രോഗങ്ങളിലേക്കും പോകുന്നത് കാണാമെന്നും ഡോക്ടർ ജോൺ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രശ്നങ്ങളും കേരളത്തിൽ വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹിക സ്ഥിതിയിൽ സമൂഹവും കുടുംബവും ഒരാളിൽ ചെലുത്തുന്ന സ്വാധീനം മൂലം അവർ പല സമ്മർദ്ദങ്ങളിലും അകപ്പെട്ടു പോകുന്നു. ഇതിലെന്തെങ്കിലും താഴെപ്പിഴകൾ ഉണ്ടാകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക പ്രയാസങ്ങൾ വിഷാദ രോഗത്തിലേക്ക് ഒരാളെ എത്തിക്കാൻ കാരണമാകുമെന്നും ഡോക്ടർ സൂചിപ്പിച്ചു. ഈ വിഷയത്തിന് WHO-യും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. WHO പറയുന്നത് പ്രകാരം പ്രായമായവരിൽ 25% ആളുകളും കൗമാരക്കാരിൽ 10% ആളുകളും അവരുടെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നുവെന്നാണ്. കൂടാതെ 2023 അവസാന മാസങ്ങളിൽ പുറത്തിറങ്ങിയ ഗ്ലോബൽ സ്റ്റേറ്റ് ഓഫ് കണക്ഷന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ 4.5 ബില്യണിലധികം ആളുകൾ കടുത്ത ഏകാന്തതയിലൂടെയാണ് കടന്നുപോകുന്നത്. മറ്റെല്ലാ പകർച്ചവ്യാധികളുടെ കാര്യത്തിലും സംഭവിച്ചതുപോലെ ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകൾ യാഥാർത്ഥ്യത്തെക്കാൾ കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഈ നിശബ്ദ മഹാമാരിയിൽ അകപ്പെട്ടു കഴിയുന്ന എത്രയോ ആളുകൾ ഓരോ വലിയ കൂട്ടത്തിനു നടുവിലും ഒരു മുറിയുടെ ഏതോ കോണിലും മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ലോകാരോഗ്യ സംഘടന ഏകാന്തതയുടെ പ്രശ്നത്തെ കഴിഞ്ഞ നവംബറിൽ ഒരു ആഗോള ആരോഗ്യ ഭീഷണിയായിട്ടാണ് പരിഗണിച്ചത്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏകാന്തത ഉണ്ടാക്കുന്ന ആഘാതത്തെ ഇവർ ഉപമിച്ചത് 15-ലധികം സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയുമായിട്ടാണ്. അത്തരമൊരു ആളിൽ സിഗരറ്റിന് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രത്യാഘാതങ്ങൾ തന്നെ ഏകാന്തതയിൽ കഴിയുന്ന ഒരു മനുഷ്യനിലും ഉണ്ടാകുമത്രേ. അതിജീവനത്തിനായി മനുഷ്യന് ആവശ്യമായ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്ന പോലുള്ള അനുഭവമാകും ഈ നിശബ്ദ കൊലയാളിയുടെ പിടിയിലമർന്നവർ അനുഭവിക്കുക. മനുഷ്യരാശിയെ ഏതാണ്ട് പൂർണ്ണമായി ബാധിച്ച ഏകാന്തതയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു കോവിഡ് ലോക്ക്ഡൌണിന്റെ വർഷങ്ങളിൽ നാം കണ്ടത്. ഇത് ജനങ്ങളുടെ ദീർഘകാല ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിച്ചതെന്ന് വ്യക്തമാണ്. ഈ കണക്കുകളും പഠനങ്ങളും ഇന്ത്യയിലും ബാധകമാണ്. മനുഷ്യർ കടന്നുപോകുന്ന ഏകാന്തതയെക്കുറിച്ച് നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ ഇത് ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങളുടെ അപര്യാപ്തതയെ ചേർത്ത് വായിക്കുന്നുണ്ട്. എങ്കിൽ പോലും പര്യാപ്തമായ സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുന്നവരിലും കാണപ്പെടുന്ന ഒറ്റപ്പെടലിന്റെ കാരണം അവരുടെ സാമൂഹിക ബന്ധങ്ങളിലെ ക്വാളിറ്റി ഇല്ലായ്മയാണെന്നും കാണാം. സാമൂഹിക ഒറ്റപ്പെടൽ എന്നതിലുപരി ഇതിനെ ഒരു അനുഭവമായി തന്നെയാണ് പഠനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. 2004 നടന്ന നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ പഠനത്തിൽ 49.1 ലക്ഷത്തിലധികം ആളുകൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ 12.3 ലക്ഷം പുരുഷന്മാരും 36.8 ലക്ഷം സ്ത്രീകളുമാണ്. 2012 റിപ്പോർട്ട് ചെയ്ത ഡാറ്റ കാണിക്കുന്നത് ഗ്രാമത്തിൽ വസിക്കുന്ന 9.5% കൗമാരക്കാരും നഗരത്തിൽ കഴിയുന്ന 17.3% കൗമാരക്കാരും ഇതേ അവസ്ഥ നേരിടുന്നു എന്നാണ്. 2017 സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് നടത്തിയ പഠനമാണ് അടുത്തത്. അവർ ഇന്ത്യയിലെ 12%-ലധികം യുവാക്കൾ വിഷാദത്തോട് മല്ലടിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. കൂടാതെ 8%-ലധികം ആളുകൾക്ക് പലപ്പോഴായി ഏകാന്തത അനുഭവപ്പെടുന്നുമുണ്ട്.
2017-ലും 18-ലും ഇന്ത്യയിലെ 72,000 പ്രായമായ വ്യക്തികൾ ഉൾപ്പെട്ട ഒരു പഠനത്തിലൂടെ 45 വയസ്സിനും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരിൽ 20.5% പേരും മിതമായ ഏകാന്തത അനുഭവിക്കുകയും 13.3%-ലധികം പേർക്ക് കടുത്ത ഏകാന്തത അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി. ഇതിൽ പ്രത്യേകമായി പ്രായമായവർ സാമൂഹിക ക്ഷേമ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതിനാൽ ഇത് പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യവും പഠനം എടുത്തുകാട്ടിയിരുന്നു. കാരണം ഇന്ത്യ അതിവേഗം പ്രായമാകുന്ന ഒരു സമൂഹമാണ്. അതോടൊപ്പം ഇന്ത്യയിൽ ദ്രുതഗതിയിൽ നടക്കുന്ന നഗരവൽക്കരണം, മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബഘടനയും ജീവിതശൈലിയും പ്രായമായവരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കൂടാതെ വാർദ്ധക്യത്തോടടുക്കുമ്പോൾ അധികാരഘടനകളിൽ ഉണ്ടാകുന്ന മാറ്റവും സാമൂഹിക ഐക്യം കുറയുന്നതും ബന്ധുബന്ധങ്ങൾ ഇല്ലാതാകുന്നതും പ്രായമായവർക്കിടയിലെ ഏകാന്തതയുടെ അപകട സാധ്യത ഉയർത്തുന്നതായി 2022-ലെ പഠനം വാദിക്കുന്നു. ഇതിൽ തന്നെ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഏകാന്തതയും വിഷാദത്തെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് കോവിഡ് മഹാമാരിക്ക് ശേഷമാണെന്ന് കാണാം. ശാരീരിക ആരോഗ്യ നിലവാരത്തിൽ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ അതുവരെ മാനസികാരോഗ്യം ഇടം പിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ലോക്ക്ഡൌൺ കാലത്തും അല്ലാതെയും സോഷ്യൽ മീഡിയകളിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ കൂടുതൽ ആളുകളും ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്നവരാണെന്ന് വ്യക്തമായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഹൃദ്രോഗ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 30% ഹൃദ്രോഗങ്ങൾക്കും ഏകാന്തത കാരണമാകുന്നതായി സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഏകാന്തതയിലുള്ളവർ അകാലത്തിൽ മരണപ്പെടാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 26% കൂടുതലുമാണ്. 70ഓളം പഠനങ്ങളുടെ അവലോകനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.